ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കേണ്ട ഒരു മെസ്സേജ്, ഈ ഒരു നിമിഷം നിങ്ങൾക്ക് കേൾക്കേണ്ട മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിങ്ങൾ ഈ ഒരു സമയം കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണ്? എസ്കേപ്പിസ്റ്റാണ് നിങ്ങൾ. ചിലപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്നും ഒളിച്ചോടുന്ന ആൾക്കാരായിരിക്കാം. കാരണം നിങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രശ്നത്തെ നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്ന കാര്യം എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്നത് ഇത് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടി വി ഷോസൊക്കെ കാണുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും, നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം തൽക്കാലത്തേക്ക് മാത്രമേ ആ ശ്രദ്ധ മാറുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വീണ്ടും ഈ ഒരു കാര്യം നിങ്ങളിപ്പോൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു സമയം കഴിയുമ്പോൾ, അത് കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് തീർന്നു കഴിയുമ്പോൾ, നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടെങ്കിൽ ആ യാത്ര പോയിട്ട് വീണ്ടും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ആ ഒരു കാര്യത്തെ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങൾ ഇപ്പോൾ എന്ത് കാര്യത്തിലാണോ, എന്താണോ നിങ്ങളുടെ മുന്നിലുള്ളത് ആ ഒരു കാര്യത്തെ നിങ്ങൾ ഫേസ് ചെയ്യാൻ തീരുമാനിക്കുക. കാരണം നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ എവിടെ പോയാലും തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് തന്നെ വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അപ്പം നമുക്ക് നമ്മളുടെ വീടല്ലാത്ത വേറെ ഒരു വീടും നമുക്ക് ശാശ്വതമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഒളിച്ചോടിയാലും എത്ര നാൾ ഒളിച്ചോടും, എവിടേക്ക് പോകും, അവിടെ എത്ര കാലം നിൽക്കും, അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇതിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്കപ്പോ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലോസോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കരിയർ നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയോ എന്ത് തന്നെ ആകട്ടെ, അത് നിങ്ങൾ ഫേസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നും എങ്ങനെ പുറത്ത് കിടക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ തരാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾ ഈ തൽക്കാലത്തേക്ക് ഒളിച്ചോടി കഴിഞ്ഞാൽ അതിന്ന് നിങ്ങൾക്ക് വീണ്ടും അതിൻ്റെ റൂട്ട് കോസ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്, എന്നും അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യണത്, ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി, നിങ്ങളൊരു വലിയ പ്രശ്നത്തിൽപ്പെട്ടു, നിങ്ങൾ ഒന്ന് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ തേടാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആൾറെഡി ഈ റൂട്ട് കോസ് ആയിട്ടുള്ള ഒരു പെയിൻ, ആ വിട്ടുപോകൽ, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരു കാര്യം, അത് നിങ്ങളുടെ ഉള്ളിൽ അതേ തീവ്രതയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു വ്യക്തി എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചത്, നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്. ആൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി അത് സംഭവിച്ച കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. കാരണം എന്ത് തന്നെ ആകട്ടെ, ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ആളുകൾ വിട്ടുപോയതാകാം, ഫിനാൻഷ്യൽ ലോസ് ആകാം, കരിയർ നഷ്ടപ്പെട്ടു പോയതാകാം, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നതാകാം, എന്ത് തന്നെ ആയാലും അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം എന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് അത് സംഭവിച്ചു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം, അത് അംഗീകരിക്കണം എന്നുള്ളതാണ്. അതിനാണ് പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. വിങ്സാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് ചിറകുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ചിറകുകളുണ്ടെങ്കിൽ നമ്മൾ പക്ഷികളായി പോവില്ലേ? അപ്പോൾ നമ്മൾ ആൾറെഡി നമ്മളുടെ ശരീരത്തിൽ ചിറകുകളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക.
എന്നിട്ട് നമ്മൾ ഈ ആകാശത്ത് കൂടി പറക്കാൻ ശ്രമിക്കുക. ഇപ്പം പല ആൾക്കാരും ഇന്നത് നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നഷ്ടപ്പെട്ടു പോയത്, അപ്പം ആ ഒരു നിങ്ങളുടെ തന്നെ നെഗറ്റീവ് തോട്ട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങളൊരു കൂടുണ്ടാക്കി ആ കൂട്ടിനകത്ത് നിങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത്, നിങ്ങളെ പൂട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റൂല എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പം നിങ്ങൾ ആ സെയിം ടൈം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്തത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്തത്. നിങ്ങളുടെ തന്നെ ചിന്തകൾ അത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് വരുമ്പം അതിനേക്കാളും ഫീലിങ്സോടുകൂടി ഒരു ഇൻറ്റൻസിറ്റിയോടുകൂടി ഒരു നെഗറ്റീവ് തോട്ട് വന്ന് അതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം പിന്നെ മാനിഫെസ്റ്റ് ആകൂല, അത് റിയൽ ആകൂല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം കാര്യങ്ങളും സംഭവിച്ചത്. കാരണം അത് നിങ്ങൾ തന്നെ ആൾറെഡി എപ്പോഴൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യമാണ്, നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴൊക്കെയോ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളാണ് നമ്മളെ ഈ കൂട്ടിനകത്ത് ഇട്ടിരിക്കുന്നത്. നമ്മളാണ് ഈ ഒരു കൂട് തുറന്ന് പുറത്ത് പോകേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ പറ്റുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ കൂട് തുറന്ന് നിങ്ങൾ ആ ചിറക് എടുത്ത് വെച്ചൊന്ന് പറക്കുക. വീണ്ടും വന്നിട്ടുള്ളത് ഫൊർഗീവാണ്, റെഡാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കാൻ പറ്റണില്ല. നമ്മളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നടന്നു പോയ ആ ഒരു സംഭവങ്ങൾ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. കാരണം ഈ ടബിനകത്താണുള്ളത്, അതിനകത്ത് മാത്രം ഇരിക്കുന്നു. അതിനകത്ത് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് പുറത്തിറങ്ങാൻ പറ്റണില്ല. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷത്തെക്കുറിച്ചോ ഉള്ള വേദനകളാണ്. ഇപ്പം ആൾറെഡി ആ ഒരു കാര്യം നിങ്ങളിലില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കാം. ആ ഓർമ്മകൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. വീണ്ടും അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരിക്കലും ആ വ്യക്തിക്കൊരു ഫൊർഗീവ്നെസ് കൊടുക്കണമെന്നോ അവര് സന്തോഷമായിട്ട് ജീവിക്കണമെന്നോ നമ്മൾ ഇതിൽ നിന്നും ഫ്രീ ആകണമെന്നോ നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. ഒരാൾ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ മനസ്സിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോട്ട് വരുമായിരിക്കാം. അപ്പോൾ ഉടനെ തന്നെ വേറൊരു ചിന്ത കൊണ്ട് നമ്മളത് ബ്ലോക്ക് ചെയ്യും. ഈ ഒരു ആളില്ലാതെ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മൾ എപ്പോഴാണോ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ആ ഒരു സമയം നമ്മളുടെ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അതെപ്പോഴും മനസ്സിലാക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാനാണ്, ഒരിക്കലും അറ്റാച്ച്ഡ് ആയിരിക്കാനല്ല. നമ്മളുടെ അറ്റാച്ച്മെന്റ് എപ്പോഴാണോ മാറ്റുന്നത് അപ്പോഴാണ് നമുക്ക് സെൽഫ് ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരു കാര്യമായിരിക്കണം ഏറ്റവും ആദ്യം ദൈവം വെട്ടിക്കളയും. അത് നമ്മളിൽ നിന്ന് വേണ്ടാന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല തീരുമാനിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ജീവിക്കാൻ തുടങ്ങിയൊരു സമയമായിരിക്കാം അത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സമയമായിരിക്കാം അത്. പക്ഷെ വളരെയൊന്നും ഒരുപാട് കാലമൊന്നും അതിന് നിങ്ങൾക്ക് ആ ഒരു സമയം തരൂല. അപ്പം അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതിൽ നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് ഇതാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്ന ആ ഒരു സമയം ദൈവം അതിനെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് മാറ്റിയാൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റുള്ളൂ എന്ന് ദൈവത്തിന് മനസ്സിലായത് കൊണ്ട്, നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആയതുകൊണ്ടും നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങളെ വിട്ടുകളയാൻ അല്ലെങ്കിൽ ദൈവം അത് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നുള്ളതാണ്. അത് എന്തു തന്നെ ആയാലും, ചിലപ്പോൾ അമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് ഓവർ അറ്റാച്ച്ഡ് ആയിരിക്കും. ഓവർ അറ്റാച്ച്മെൻ്റ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളുടെ കാമുകനോ കാമുകിയോ ഭർത്താവോ അങ്ങനെയുള്ള കാര്യങ്ങളെ അത് നമ്മളിൽ നിന്ന് വിട്ടുകളയും. കാരണം അത് നമ്മൾ ഒരു പരിധിയിൽ കൂടുതലുള്ള അറ്റാച്ച്മെൻറ്റ്
ദൈവത്തിന് ഇഷ്ടമില്ല, അല്ലെങ്കിൽ നമ്മുടെ സോളിന് ഇഷ്ടമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഈ നഷ്ടങ്ങളൊക്കെയും സംഭവിച്ചത് അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ ഒരു നിമിഷം നിങ്ങൾ കേൾക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.